കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നിരവധി അനവധി പേര് ഇപ്പോഴും ഇവിടെ അപേക്ഷകളുമായിട്ടൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും നമുക്ക് ഈ ഒരു സ്റ്റേജിലേക്ക് എല്ലാവരുടെ അപേക്ഷകളും ഇവിടെ കൊടുത്താൽ ഞാൻ നോക്കിക്കോളാം. അതാത് സ്ഥലങ്ങളിൽ കൊടുക്കാനേ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഒത്തിരി അപേക്ഷകളുണ്ട്. പിന്നെ എല്ലാവരോടും പറയുന്ന കാര്യം, വിമർശിക്കുന്നവരോട് പ്രത്യേകിച്ച്, കൊച്ചിന്റെ ബുദ്ധിമുട്ട് ആ കൊച്ചിന്റെ അപ്പനും അമ്മയ്ക്കും മാത്രമേ അറിയത്തുള്ളൂ. മൂന്നാമതൊരാൾക്ക് അത് കണ്ടിച്ചിരിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. കാരണം ഒരു കൊച്ചിന് അല്ലെങ്കിൽ എൻ്റെ സ്വന്തം മോന് ഇതുപോലത്തെ ഒരു അവസ്ഥ വരണമെങ്കിൽ എനിക്ക് എൻ്റെ വൈഫിനും മാത്രമേ അറിയുള്ളൂ. അത് മനസ്സിലാക്കാനും അതിലേക്ക് ഓടിച്ചെല്ലാനും ആർക്കും കഴിയുകയില്ല, ആർക്കും മനസ്സ് തോന്നുകയില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഞാൻ പല സ്ഥലങ്ങളിലേക്ക് ഓടിച്ചെല്ലുന്നത്. ദയവ് ചെയ്ത് എൻ്റെ യാത്ര തടസ്സപ്പെടുത്താതിരിക്കുക. പല കുടുംബങ്ങൾക്കും എന്നെ ആവശ്യമുണ്ട്. ഒരുപക്ഷെ 100 ആകാം, 500 ആകാം. ദൈവം എത്രയോ കൽപ്പിക്കുന്നു. ആ കുടുംബങ്ങളിലേക്ക് എനിക്ക് പോയേ തീരൂ. എത്രയൊക്കെ വിമർശിച്ചാലും എത്രയൊക്കെ തടഞ്ഞാലും നഷ്ടമാകുന്നത് നിങ്ങൾക്കല്ല, ഈ പാവങ്ങളായ ആൾക്കാരുടെ അടുത്തേക്ക് ചെല്ലുന്നവർക്കാണ്. അവർക്കാണ് നഷ്ടമാകുന്നത്. കൂടെ കുറെ അന്നദാനം കൊടുക്കുന്നു, കുറെ കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇവർക്കൊക്കെയാണ് ഇത് എന്നെ ഇല്ലാതാക്കുന്നതുകൊണ്ട് നഷ്ടമാകുന്നത്. പുറമേ നിന്ന് എല്ലാവർക്കും ചിരിക്കാം. ചിരി നിങ്ങളുടെ ഉള്ളിൽ ഒതുക്കാനേ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മനസ്സ് വിഷമിച്ച് കരഞ്ഞ് സങ്കടപ്പെട്ട് തന്നെയാണ് ഞാൻ പലർക്കും കൊടുക്കുന്നത്. ഇതൊരു മാർക്കറ്റിങ്ങോ പ്രൊമോഷനോ ആയിരുന്നെങ്കിൽ പല മേഖലകളിൽ എനിക്ക് വേറെ എന്തൊക്കെയോ ചെയ്യാമായിരുന്നു. ഒരിക്കലും ഇതിനെ ഒരു മാർക്കറ്റിംഗ് ആയിട്ടും വിമർശനമായിട്ടും കണ്ട് എന്നെ പോലെ ഉള്ളവരെ, അല്ലെങ്കിൽ നല്ലത് ചെയ്യുന്നവരെ, അല്ലെങ്കിൽ ദൈവം കൽപ്പിച്ച് മുന്നോട്ട് വിടുന്നവരെ തടയാൻ നിൽക്കരുത്. അത് നിങ്ങൾ പൊതുജനങ്ങൾ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തടയുന്നത്. കാരണം ഞാനൊരു രാഷ്ട്രീയത്തിൽ നിൽക്കുന്നില്ല, വേറൊരു സ്ഥാനമാനങ്ങളില്ലാത്ത ആളാണ്. ഇനി ഒരിക്കലും നിൽക്കുകയില്ല. അത് നിങ്ങൾക്ക് തരുന്ന ഞാൻ വാക്കാണ്. ഇതൊന്നും കണ്ടുകൊണ്ടുമല്ല ഞാൻ മുന്നോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തടയേണ്ടതും ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങൾ വിമർശിക്കേണ്ടതും കടമ നിങ്ങൾ പൊതുജനങ്ങൾക്കാണ്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ അനേകായിരം കുടുംബങ്ങളെ എനിക്ക് കടന്നു ചെല്ലാൻ പറ്റുള്ളൂ. ഇതുപോലെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള മേലാത്ത അമ്മമാർക്ക് ആശ്രയമാകണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഒപ്പം തന്നെ വേണം. ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴും ഓരോ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴും വീണ്ടും മുന്നിലേക്ക് എനിക്ക് കുതിക്കാൻ പറ്റുന്നതും ഇപ്പൊ എനിക്ക് നിലവിൽ ചാരിറ്റി നിർത്തിയിട്ടും ചാരിറ്റിയിലേക്ക് കടക്കാൻ പറ്റുന്നതും നിങ്ങൾ പൊതുജനങ്ങളുടെ സ്നേഹവും സപ്പോർട്ട് കൊണ്ടും മാത്രമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിസ്സാരമായിട്ട് കാണാതെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആർക്കും ചെയ്യാൻ പറ്റിയില്ലേലും പലർക്കും ചെയ്യാൻ ശ്രമിക്കുന്നില്ലേലും എന്നെ പോലെ ഉള്ളവരെ അതിലേക്ക് വിടുക. ഞാൻ ചെയ്തിട്ട് തിരിച്ചു വന്നോളാം. ആരും തടയാൻ നിൽക്കില്ല, ദയവ് ചെയ്ത്. വിമർശനങ്ങളെയൊക്കെ എന്റെ വിജയമാണ്. സോ ഫൈനലി നമുക്കറിയാം, നമ്മൾ ഈ ഒരു മച്ച് അവൈറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഗ്രാൻഡ് മൊമെന്റിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ അജയൻസ് ഗോൾഡിന്റെ 41ാമത് ഷോറൂമിന്റെ ഗ്രാൻഡ് ഇനോഗ്രേഷൻ ഫംഗ്ഷനിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. നമ്മൾ ഈ ഒരു മച്ച് അവൈറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ടോണി വർഗീസൻ, നമ്മുടെ സ്വന്തം അജയൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതേപോലെ സ്നേഹപൂർവ്വം തന്നെ നമുക്ക് ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഓരോരുത്തരുടെയും സപ്പോർട്ടും പിന്തുണയും സ്നേഹവും ഒക്കെ പറഞ്ഞൊരു കൈയടിയായിട്ട് തന്നെ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവ്വം തന്നെ നമുക്ക് ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. So please put your hands together for welcome our Tony Ajayan onto the line, please. Is Ramina സ്നേഹം ഒരു കൈയടിയായിട്ട് പോരട്ടെ, come on. Yes, please put your hands together and here we can welcome the one and only Tony Varghese onto the line, please, for the grand inauguration function of Ajayan's morning from the showroom at the House Rami. And അതോടൊപ്പം തന്നെ നമുക്കേവർക്കും പ്രിയങ്കരായിട്ടുള്ള, നമുക്കേവർക്കും സുപരിചിതരായിട്ടുള്ള മലയാളി മോഹൻലാടകം നെഞ്ചിലും അതോടൊപ്പം തന്നെ മിനിസ്ട്രി സ്പെഷ്യൽ നെഞ്ചിലേറ്റി നമ്മുടെ സ്വന്തം അതിഥിയായി തന്നെ വന്ന് മലയാള സിനിമയിൽ തന്നെ തന്റേതായ മുഖമുദ്ര കുറിച്ചു കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ സ്വന്തം ജയന്തി, അല്ലെ, നമ്മുടെ കുങ്കുമപ്പൂവിലൂടെയൊക്കെ കണ്ടു കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ ജയന്തി. അതോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് സിനിമയിലൂടെ തന്നെ ദൃശ്യങ്ങളിലൂടെ സിനിമ
വർഗീസിനും നമ്മുടെ ഈ ഒരു ഡൈസ് കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യം തന്നെ രണ്ടുപേർക്ക് നമസ്കാരം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ കോന്നിയുടെ സ്നേഹമൊക്കെ നമ്മൾ നിറഞ്ഞൊരു കയ്യടിയായിട്ട് തന്നെ ആദ്യം കാണിക്കല്ലേ. So please put your hands together for a beautiful moment. നിറഞ്ഞൊരു കയ്യടി. അതോടൊപ്പം തന്നെ രണ്ടുപേരെയും നമ്മുടെ വിശിഷ്ടാതിഥികളായിട്ട് സ്വാഗതം ചെയ്യാനായിട്ട് ബൊക്കെ നൽകി ആദരിക്കാൻ തന്നെ അജായൻസ് ഗ്രൂപ്പിന്റെ ജനറൽ മാനേജർ ആയിട്ടുള്ള ശ്രീ മനുഷ്യനെ കുരിശനെ തന്നെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ വെൽക്കം വൺസ് അഗൈൻ. അതോടൊപ്പം തന്നെ അടുത്തതായിട്ട് തന്നെ നമ്മുടെ ടോണി ഷൈനും ടോക്കൺ ഓഫ് ലവ് ഇവിടെ ബൊക്കെ നൽകി ആദരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം ആദ്യം തന്നെ നമ്മളെല്ലാവരും ഇത്രയും നേരം ഒരു 5 മണിക്ക് മുമ്പ് ഇവിടെ അതിഗംഭീരമായിട്ടുള്ള ഒരു ക്രൗഡ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണല്ലേ നമ്മുടെ ഒരു ഫ്യൂ വേർഡ്സ് കേൾക്കാനായിട്ട്. അപ്പം രാമിക്കാർക്ക് വേണ്ടിയിട്ട് പ്ലീസ്. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഈ നാട്ടിൽ വരുവാനും നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ച് അജായൻസ് ഗോൾഡിൻ്റെ ഏറ്റവും മഹനീയമായ ഒരു സദസ്സിൽ വന്ന് നിങ്ങളെല്ലാം നേരിട്ട് കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം. ഞങ്ങൾ കുറച്ച് വൈകി, ട്രാഫിക്കിലായതുകൊണ്ട് മാത്രമാണ് കുറച്ച് വൈകിയത്, ക്ഷമിക്കുക. എല്ലാവർക്കും സുഖമായിരിക്കണമല്ലോ അല്ലേ? എല്ലാവർക്കും സുഖമല്ലേ? സന്തോഷം. ഇപ്പോൾ ഒരു സിനിമ റിലീസായിട്ട് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ആശകളായിരം എന്ന് പറഞ്ഞ നമ്മുടെ ജയറാമേട്ടൻ തിരിച്ചു വന്നിട്ടുള്ള ഒരു ചിത്രം, അല്ലെങ്കിൽ എല്ലാവരും കാണണം. പിന്നെ സുഖമായിരിക്കണമല്ലോ അല്ലേ? അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം, ഞാനും വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിനോടൊപ്പം ഈ വേദി പങ്കിടാൻ കഴിഞ്ഞതിൽ അജായൻസ് ഗോൾഡിന്റെ ഇങ്ങനൊരു ഇനോഗ്രേഷൻ 41ാം ശാഖയാണ്. എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും, എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും ഈ ഒരു പൊസിഷനിൽ 41 ശാഖകളിലേക്ക് നിൽക്കുന്നതെന്ന് തീർച്ചയായിട്ടും നമുക്കറിയാം. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇനിയും ഒരുപാട് ഒരു 101 ശാഖകളിൽ എത്തട്ടെ എന്ന് ഞാൻ അദ്ദേഹത്തിനോട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. മോള് പറഞ്ഞതുപോലെ നർത്തകിയിൽ നിന്നും ടെലിവിഷനിൽ വന്നു, കുങ്കുമപ്പൂവിൽ വന്നു, ജയന്തി ടീച്ചറായി, അതിനുശേഷം ദൃശ്യം, അങ്ങനത്തെ ചിത്രങ്ങളിലൂടെ ഇപ്പോൾ ആശകളായിരുന്നു എന്ന് പറയുന്ന സിനിമയിലൂടെ ഞങ്ങൾ അരങ്ങേറ്റിരിക്കുകയാണ്. എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു കുടുംബിനിയായിരുന്ന, ഒരു വീട്ടമ്മയായിരുന്ന എന്നെ ഒരു അഭിനേത്രിയാക്കിയത് നിങ്ങൾ എല്ലാവരുമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സന്തോഷം. ഈ നാട് മനോഹരമാണ്, അതുപോലെ നിങ്ങൾ എല്ലാവരും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. So thank you ma'am, thank you so much for your valuable words. ഒരിക്കൽ കൂടി നമ്മുടെ സ്നേഹം നിറഞ്ഞൊരു. അതോടൊപ്പം തന്നെ അടുത്ത ആളെ നമ്മൾ ഒരിക്കലും ഒരു മുഖവരിയുടെ ആവശ്യം നമുക്കില്ല, നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. ഹ്യൂമാനിറ്റി എന്നൊരു വാക്കല്ലാതെ അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാൻ പോലും നമുക്കാവില്ല. നമ്മുടെ സ്വന്തം പ്രിയ ടോണി അച്ചായൻ. റാന്നിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു 2 വാക്ക് പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. സപ്പോർട്ടല്ലേ? ശരിക്കും പറഞ്ഞാൽ 41 കടയും വളരെ വിജയകരമായിട്ട് പോകുന്ന പുറകിൽ നിങ്ങളെ പോലെയുള്ള പൊതുജനമുള്ളത് കൊണ്ടാണ്. എന്തൊക്കെ വിമർശിച്ചാലും എന്റെ ഒപ്പം നിന്ന് അച്ചായ ചാരിറ്റി നിർത്തരുത്, മുന്നോട്ട് പോകണം, ഇനിയും കുറെ പാവങ്ങൾക്ക് അച്ചായനെ കൊണ്ട് ആവശ്യമാണെന്ന് പറയുന്നതും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇറങ്ങിയപ്പോൾ നമുക്ക് വിമർശനവും ഉണ്ടാവും, നല്ലതും ഉണ്ടാവും. പക്ഷെ വിമർശനങ്ങളുടെ ഒപ്പം നിൽക്കാതെ നല്ലതിന്റെ ഒപ്പം നിൽക്കാൻ മനസ്സ് കാണിച്ച കേരളത്തിലെ പൊതുജനമാണ് എന്നും എന്റെ ശക്തി. അതുകൊണ്ടാണ് ഞാൻ ചാരിറ്റി നിർത്തിയിട്ടും വീണ്ടും തുടങ്ങിയതും പിന്നെയും എല്ലാവരുടെ അടുത്തേക്ക് വീണ്ടും പോകാൻ തോന്നുന്നതും നിങ്ങളെപ്പോലെയുള്ള പൊതുജനം എന്റെ പുറകിൽ കട്ടയ്ക്ക് നിൽക്കുന്നത് കൊണ്ടാണ്. അത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ ആൾക്കൂട്ടത്തിന്റെ ഒരു ഉദാഹരണം തന്നെയാണ്. ഒരുപക്ഷെ ആശാസരത്തിനെ കാണാൻ വന്നവരും ഉണ്ടാവാം, എന്നാൽ പോലും ഞങ്ങളുടെ ഒരു ബലമായിട്ട് കരുതുന്നത് 41 കട തുടങ്ങിയപ്പോഴും ഇനിയും മുന്നോട്ട് പൊക്കോ, പല കാര്യങ്ങളും നേടാം, പല കാര്യങ്ങളും ചാരിറ്റികൾ ചെയ്യാം എന്നുള്ള ബലം എനിക്ക് തരുന്നതാണ് ഈ ഗ്രൗണ്ട് സപ്പോർട്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എന്റെ ഒപ്പം നിൽക്കുക, പല കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് ചെയ്യാം. വിമർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, നമ്മളത് നോക്കാൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ജനം എന്റെ കൂടെ നിൽക്കുക, ഞാൻ ചെയ്യാം. ഒന്നും ആഗ്രഹിച്ചിട്ടില്ല, രാഷ്ട്രീയമോ മതപരമായോ ഒരു സ്ഥാനമോ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ എന്നാൽ കഴിയുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആ ദൈവം കൽപ്പിക്കുന്നു, ഞാൻ ചെയ്യുന്നു, അത്രമാത്രം. അതിന്റെ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾ നിൽക്കുകയും ചെയ്യുന്നു. നന്ദി. ആ വില നൽകി നമ്മളത് എടുത്ത് നിങ്ങൾക്ക് ബാക്കി നിങ്ങളുടെ കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ഈ 2 പ്രധാന കാര്യങ്ങൾക്ക് നമ്മുടെ ഒരു ഷോറൂം ഉണ്ട്. വിവാഹ ആവശ്യങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കോട്ടയത്ത് നമ്മുടെ വിപുലമായ ഷോറൂം ഉണ്ട്. അവിടെ വന്ന് നിങ്ങൾക്ക് സ്വർണം വാങ്ങിക്കാവുന്നതാണ്. നമ്മുടെ മറ്റ് ബ്രാഞ്ചുകളിലൊന്നും സ്വർണം നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വിൽക്കുന്നില്ല, സ്വർണം ഇങ്ങോട്ട് വാങ്ങിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരിക്കൽ കൂടി റാന്നിയിലെ എല്ലാ ജനങ്ങൾക്കും അച്ചായൻ നമ്മുടെ റാന്നിയുടെ
അതോടൊപ്പം തന്നെ ഫോൺ നമ്പറും കൂടി ഒന്ന് ഓർക്കുക. പറഞ്ഞു കേറി പാടുന്നു. ബിരിയാണിയോ മന്തിയോ കഴിക്കുന്നുണ്ടോ നിങ്ങൾ നോക്കിയോളൂ കേട്ടോ. ഷാർജ ടു ഷാർജ എന്ന് പറയുന്ന ചിത്രത്തിൽ നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട ജയറാമേട്ടൻ പാടി അഭിനയിച്ചിട്ടുള്ളതാണ്. ഇത് ഇപ്പോൾ റിലീസായിട്ടുള്ള ആശകൾ 1000 എന്ന് പറയുന്ന ചിത്രം ശ്രീ പ്രജിത്ത് സംവിധാനം ചെയ്ത ഒരു ചിത്രമാണ്. അതിൽ ജയറാമേട്ടനും കാളിദാസനും അഭിനയിച്ചിട്ടുണ്ട്. ഈ പാട്ട് അതിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ പോയി കാണണം. ഇപ്പോൾ തിയേറ്ററുകളിൽ ഇറങ്ങിയിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. പഴയ ജയറാമേട്ടനെ വീണ്ടും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. സന്തോഷം. ഇതൊന്ന് പറയണമെന്ന് തോന്നി. ഈ പാട്ട് കേട്ടപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ എല്ലാവരും പോയിട്ട് സിനിമ കാണണം. താങ്ക് യു. അതോടൊപ്പം തന്നെ അതിലെ നായികയായിട്ടും അതോടൊപ്പം തന്നെ ജയറാമേട്ടന്റെ ഭാര്യയായിട്ടും കാളിദാസിന്റെ അമ്മയായിട്ടും അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം ആരാണ്? ഒച്ചയില്ലേ? റാന്നിക്കാർ ഒരുപോലെ ഒന്ന് പറയുക. നമ്മുടെ ആശാമാമിന് അതൊന്ന് കേൾക്കാനായിട്ട്. നമ്മുടെ സ്വന്തം ആശാ ശരത്. അപ്പൊ ചേച്ചിമാരാണ് എനർജി. യെസ്. അപ്പൊ ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് മാം ഇനിയും ഒരുപാട് സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ബൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കുറെ ദിവസമായി അച്ഛനെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു മിനിറ്റ് ബൈറ്റ് എടുത്തോട്ടെ. നെഗറ്റീവ് കമന്റുകൾ അച്ഛൻ എങ്ങനെയാണ് തരണം ചെയ്തത്? അതെനിക്ക് അറിയണ്ടല്ലോ. എന്നെ ജനങ്ങൾക്ക് അറിയാം, എന്നെ എനിക്കും അറിയാം. ആരൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പറ്റിയിട്ടില്ല. കാണുന്നില്ല.